എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. മാത്രമല്ല പല വിദ്യാർത്ഥികളും +1 ക്ലാസുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളും ഒഫീഷ്യലായ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട വാർത്തകളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാതെ അല്ലെങ്കിൽ താല്പര്യമുള്ള സ്കൂളും കോഴ്സും കിട്ടാതെ അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും, അതിലെല്ലാവർക്കും സീറ്റ് ലഭിക്കുമോ, ഇത്തരത്തിൽ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. +1 തേർഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒഫീഷ്യലായ യാതൊരു വിവരങ്ങളും വന്നിട്ടില്ല. എന്നാൽ ഈ വർഷം +1 പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്ടസ് പുറത്തിറങ്ങിയപ്പോൾ അതിൽ നൽകിയിട്ടുള്ള ഒരു വിവരം +1 അലോട്ട്മെൻറ്റുകൾ, മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ ജൂൺ 19 അവസാനിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജൂൺ 19 മുൻപ് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ജൂൺ 16 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നുകിൽ നാളെയോ മറ്റന്നാളോ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം 1-2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ അഡ്മിഷൻ നടപടികളും പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ് തുടങ്ങാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. ഇനി ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല. അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു എങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ പോലും അലോട്ട്മെൻറ്റ് കിട്ടാതെ ഇനിയും അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളെല്ലാം തന്നെ ഉണ്ടാവും. എന്തായാലും അതിന് മുന്നേ +1 ക്ലാസുകൾ തുടങ്ങും. ഇപ്പോൾ അറിയിച്ചത് പ്രകാരം ജൂൺ 24 ആയിരിക്കും +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. ജൂൺ 24 ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് തന്നെയായാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടക്കുകയുള്ളൂ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ ക്ലാസ്സിൽ പോയി തുടങ്ങാവുന്നതാണ്. എന്തായാലും ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാം. അത് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നിങ്ങൾക്കറിയാം, ഈ വർഷം ട്രയൽ, ഫസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റുകളെല്ലാം വന്ന സമയത്ത് അത് ഏറ്റവും ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു. അതേപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിനുശേഷമുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഇനി പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്, ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച സമയത്ത് ആ കാര്യം അറിഞ്ഞില്ല എന്നൊക്കെ. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, ഒന്നുകിൽ നിങ്ങൾ ഇടയ്ക്കിടെ HSCAP എന്ന് പറയുന്ന ആ ഒരു സൈറ്റ് പരിശോധിക്കുക, അല്ലെങ്കിൽ ഇതേപോലുള്ള വീഡിയോകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ വരും. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങൾ അറിയാതെ പോവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം കൂടെ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കുന്ന തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും +1 ക്ലാസുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.